ചീക്കുന് സ്കൂളിലേക്ക് എന്തൊക്കെയാ വാങ്ങിയെന്നൊന്ന് കണ്ടാലോ? വായോ. ഇതാണ് ചീക്കുന്റെ ബാഗ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് സെക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടൊരു റെയിൻ കോട്ട്. സൂപ്പർ ബാഗാണ്. അടുത്തത് ലഞ്ച് ബാഗ്. ഇങ്ങോട്ട് ഒന്ന്, അത്യാവശ്യം ഇതൊക്കെ കൊള്ളുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കർച്ചീഫോ എന്തെങ്കിലും വെക്കാൻ പറ്റും. ലഞ്ച് ഇട്ട് അവിടെ വെക്കാൻ പറ്റും. പിന്നെ അടുത്തത് സ്പൈഡർമാൻ. കാണാൻ പറ്റണ്ടാവും. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അതിന്റെ കൂടെ സ്കെയില്, ഇറേസർ, പെൻസില്, പിന്നെ ഒരു ടൈം ടേബിളിന്റെ ഷീറ്റ്. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് ലഞ്ച് ബോക്സ്. കഴിഞ്ഞ പ്രാവശ്യം പ്ലാസ്റ്റിക്കിന്റെ ആണ് കിട്ടിയത്. അതെനിക്ക് അത്ര സുഖം തോന്നിയില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ പ്ലാസ്റ്റിക്കിന്റെ റബ്ബർ ഇങ്ങനെ പോയി തുടങ്ങും. വാഷ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ സാധനങ്ങളും അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് ക്ലീൻ ആവാനായിട്ട് ഇത്തിരി പാടാണ്. പിന്നെ പ്ലാസ്റ്റിക് അധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിള്ളേർക്കാണ് സ്റ്റീലാണ് ഏറ്റവും നല്ലത്. പിന്നെ അത്യാവശ്യം ടൈറ്റും ആണ്. പിന്നെ ഇതിന്റെ ഇങ്ങനെ അടപ്പ് തുറക്കുമ്പോഴേക്കും ഇതിലൊരു കറിയുടെ ഇതുണ്ട്. എന്തെങ്കിലും മെഴുക്ക് വരട്ടിയോ തോരനോ എന്തെങ്കിലും സംതിങ് എങ്ങനെ കൊണ്ടുപോകാം. അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ ഫ്രൈ എന്തെങ്കിലും കൊണ്ടുപോയി കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ഫ്രൈ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. എങ്ങനെ കഴിക്കാം? കുറെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ അമ്മ. അപ്പൊ ഈ സാധനം അടിപൊളിയാണ്. നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഉള്ളത് ആൾക്കൊരു കറിപ്പാത്രം, ചെറിയൊരു കറിപ്പാത്രം. ഇത്തിരി കൊണ്ടുപോകുള്ളൂ കറി, അതും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഈ ഒരു സാധനം മതി ആൾക്ക്. വെറുതെ വലിയ ലോഡ് കൊടുത്ത് വിടണ്ടല്ലോ. ആൾക്ക് ആവശ്യമുള്ളത് മെയിൻലി ഇതിൽ ചിലപ്പോൾ തൈരായിരിക്കും കൊണ്ടുപോവുക. എന്നാലും നല്ലതാണ്. പിന്നെ ഉള്ളത് ആൾക്ക് മേടിച്ചത് പിന്നെ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാൻഡൽസ് ആണ്. ബ്ലാക്ക് സാൻഡൽസ് തന്നെ സ്കൂളിലേക്ക് വേണം. പിന്നെ ബ്ലാക്ക് ഷൂ ആണ്. ബ്ലാക്ക് ഷൂ ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ഒരെണ്ണം പുതിയത് വാങ്ങിയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതുണ്ട്. അത് പുത്തം പോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഇതും കൂടി മേടിച്ചു. ബ്ലാക്ക് സാൻഡൽസ്. ഇത് ഇത്തിരി ടൈറ്റ് ആയിരുന്നു ആൾക്ക്. അപ്പൊ ഇത് പുതിയത് മേടിച്ചു. പിന്നെ ഉള്ളത് ബോട്ടിലാണ്. അതിന്നിപ്പോ ആൾ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബോട്ടിൽ. ബ്ലൂ കളർ ബോട്ടിൽ. എല്ലാം ബ്ലൂ ആണ്. ബാഗ് ബ്ലൂ, ലഞ്ച് ബാഗ് ബ്ലൂ, ഇത് ബ്ലൂ, പിന്നെ ബോക്സ് ബ്ലൂ, എല്ലാം ബ്ലൂ ആണ്. ഇതിനുള്ളില് സ്റ്റീലിന്റെ ഇതാണ്. അതും കുറച്ചും കൂടി നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിനെക്കാട്ടും എനിക്ക് പ്ലാസ്റ്റിക്കിന് ഈ കോട്ടിങ് കുഴപ്പമില്ല. പക്ഷെ ഉള്ളില് പ്ലാസ്റ്റിക് വേണ്ടതാണ്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഒരു നോർമൽ വാട്ടറിനെക്കാട്ടും കൂടുതൽ കുറച്ച് വാം വാട്ടർ ആയിരിക്കും കൊണ്ടുപോകുക. അപ്പൊ അത് അവർക്ക് ഹെൽത്തി അല്ല. അതുകൊണ്ട് ഞാൻ ഇത് മേടിക്കും. പിന്നെ ഉള്ളത് പിന്നെ അവന്റെ സാധാ ചെരുപ്പാണ്. പിന്നെ സാധാരണ നോർമൽ ആൾക്ക് ചെരുപ്പ് അത്യാവശ്യമാണ്. കാരണം എപ്പോഴും ഇടക്കിടക്കിടക്ക് എന്തെങ്കിലും എവിടെയൊക്കെ കൊണ്ടിടും, പൊട്ടിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് അത്യാവശ്യമാണ്. പിന്നെ ഇതെല്ലാം മേടിച്ചത് നമ്മുടെ ബ്രാൻഡഡ് ഫുട്വെയർസ് ആണ്. തൃപ്പൂണിത്തരക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഒട്ടുമിക്ക സാധനങ്ങൾ സ്കൂള് തുറക്കുന്നതും അതല്ലാതെ ഹാൻഡ് ബാഗ്സും ബാഗ്സുകളും എല്ലാം ചെരുപ്പും കാര്യങ്ങളെല്ലാം ഈ കടയിലുണ്ട്. അധികം എക്സ്പെൻസീവ് അല്ല. അത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള സാധനങ്ങളാണ് എല്ലാം കിട്ടാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോയി തപ്പി വേറെ സ്ഥലത്ത് നടക്കണ്ട. എല്ലാം ഈ കടയിലുണ്ട്. ഇപ്പൊ റെയിൻകോട്ട് ആണെങ്കിലും ബാഗും കാര്യങ്ങളും ഇതെല്ലാം വാങ്ങിയത് അവിടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കിടന്ന് കറങ്ങി നടന്ന് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം തിരക്കുണ്ട് നല്ലോണം. പക്ഷെ എന്നാലും അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അത്രയും എല്ലാ ഐറ്റംസും ഈ കടയിലുണ്ട്. എന്തായാലും തൃപ്പൂണിത്തുറ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ബാഗിനാണെങ്കിലും ചെരുപ്പിനാണെങ്കിലും എല്ലാത്തിനും ഉണ്ട്. മോനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ചെരുപ്പുകളും ബാഗൊക്കെ മേടിക്കുന്ന അവിടെ തന്നെയാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകില്ല. അത് ഗ്യാരണ്ടി. പിന്നെ ഉള്ളത് ബുക്സ്. ഇപ്രാവശ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കായി. അതുകൊണ്ട് ഒരുപാട് ബുക്കുകളുണ്ട്. ഇത് കാണുമ്പോ അവനല്ല പേടി, എനിക്കാണ് പേടിയുണ്ടോ ഒരുപാട്. ഇതെല്ലാം സ്കൂളിൽ നിന്നാണ് കേട്ടോ അവര് തന്നേക്കുന്നത്. നമുക്ക് സ്കൂളിൽ നിന്ന് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് വേണ്ടി. നമുക്ക് HNC അങ്ങനത്തെ ബുക്ക് സ്റ്റോളിൽ നിന്നൊക്കെ മേടിക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് വെറുതെ എനിക്ക് പോയി സമയം കളയണ്ടല്ലോ എന്ന് സ്കൂളിൽ നിന്ന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നോട്ട്ബുക്ക്. ഏത് സബ്ജക്റ്റിന് എത്ര നോട്ട്ബുക്ക് വേണം എന്നുള്ള ഒരു ഇത് കണക്കെടുത്തിട്ടാണ് അവര് നോട്ട്ബുക്സുകൾ നമുക്ക് തരുന്നത്. ഇത്രയും നോട്ട്ബുക്സുകൾ ഉണ്ട്. അത്രയുണ്ട്. അത് നല്ല നോട്ട്ബുക്സ് ആട്ടോ തന്നേക്കണം സ്കൂളിൽ നിന്ന്. ചിക്കു പഠിക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻ പബ്ലിക് സ്കൂളിലാണ്, CBSE യിലാണ്. അവര് എനിക്ക് തോന്നുന്നു
എല്ലാ കൊല്ലം ഇപ്പൊ ഇവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അതേപോലെ എല്ലാ പിള്ളേർക്കും ഹൈസ്കൂളിലെ പിള്ളേർക്ക് വരെയും അവരെല്ലാ ബുക്കുകളും അവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മള് പാരന്റ്സിന് ഏറ്റവും ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സാധനങ്ങൾ തപ്പി നടക്കണ്ട. കാരണം യൂണിഫോം അവിടെ നിന്ന് കിട്ടും, പിന്നെ അതേപോലെ തന്നെ ബുക്സ് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് KG പിള്ളേർക്കൊക്കെ ക്രയോൺസും കാര്യങ്ങളൊക്കെ വേണം. അതുപോലും നമ്മളെ കൊണ്ട് ഇതാവാതെ പെൻസിൽ ആണെങ്കിലും ക്രയോൺസ് ആണെങ്കിലും സ്കെയിൽ ആണെങ്കിലും, ഈ പെൻസിലൊക്കെ ഒരു പാക്കറ്റ് പെൻസിൽ അവർ തന്നെ, പിന്നെ ഇറേസർ ഷാർപ്പനർ എല്ലാം അവര് തന്നെ തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കറങ്ങി നടക്കണം, അതിന്റെ എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷെ അതൊരു ബെസ്റ്റ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടോ. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ ഇതെല്ലാം കവർ ചെയ്യണം. നമ്മൾ പണ്ടത്തെ കാരണവന്മാർ പറയണ പോലെ ഷിറ്റ് ഇടാൻ മുട്ടുമ്പോഴാണ് നമ്മൾ പറമ്പ് അന്വേഷിക്കണമെന്ന് പറയില്ലേ, അതേപോലെയാണ് ഇന്ന് ക്ലാസ് തുറന്നു, നാളെ ഞങ്ങൾ ഇത് കൊണ്ടുപോകണം. അതിനായിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഇതെല്ലാം കവർ ചെയ്യാനിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഹോംവർക്സുകളും തുടങ്ങി, ഇനി അതും ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ എഡിഷൻ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.